ഹായ് ഫ്രണ്ട്സ്, എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു പാർട്ടി വെയർ യോഗ് ഡിസൈൻ ചെയ്യാം കേട്ടോ. അതും ചെയ്യുന്നത് വെറും കട്ട് ബീഡ്സ് മാത്രം വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു കട്ട് ബീഡ്സ് മാത്രം വെച്ച് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ. നമ്മുടെ പാറ്റേൺ ഞാൻ മെറ്റീരിയൽ ഡയറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണേ. നമ്മൾ ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ള നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5.5 ഇഞ്ച് ലെങ്തും 6 ഇഞ്ച് വിഡ്ത്തുമാണ് കേട്ടോ നെക്കിന് കൊടുത്തേക്കുന്നത്. ബോക്സ് നെക്കാണ്. നെക്കിൻ്റെ താഴത്ത് കണ്ടോ, ഇവിടെ 1 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ ബോക്സ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ കട്ട് ബീഡ് വെച്ച് പോരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് 1.5 ഇഞ്ചിലും നമ്മളിതുപോലെ ഒരു ബോക്സിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 13 ഇഞ്ച് യോക്ക് വരെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. യോക്ക് എവിടെയാണോ 13 ഇഞ്ച് വരുന്നത് അവിടെ വരെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഈ 1 ഇഞ്ചിൽ അത്യാവശ്യം തിക്കായിട്ടും 1.5 ഇഞ്ച് വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടും താഴോട്ട് വരുമ്പോൾ സ്പ്രെഡിങ് ആണ് കേട്ടോ കൊടുക്കുന്നത്. നല്ലൊരു പാർട്ടി വെയർ ഡിസൈനാണ്. നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നോർമൽ സ്വിംഗ് ത്രെഡ് ആണ്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. എന്നാൽ നല്ലൊരു പാർട്ടി വെയറോടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് അത്യാവശ്യം തിക്കായിട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടും താഴോട്ട് സ്പ്രെഡിങ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫുള്ള് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് 1 ഇഞ്ചിൽ അത്യാവശ്യം തിക്കായിട്ടും താഴേക്ക് ഒരു 1.5 ഇഞ്ചിൽ വരുമ്പോൾ ഈ ഒരു ഗ്യാപ്പിനും പിന്നെ നമുക്ക് യോക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ സ്പ്രെഡിങ് ആണ് കേട്ടോ കൊടുക്കേണ്ടത്. കട്ട് ബീഡ് മാത്രം വെച്ച് ചെയ്യുന്ന നല്ലൊരു സിമ്പിൾ ഡിസൈനാണ്. നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഫുള്ള് കാണിക്കുന്നില്ല. നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. ഇതിൻ്റെ തന്നെ നമുക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്തത് മുൻകൂടാസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇതിൻ്റെ സെയിം വർക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബോക്സിനേക്ക് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ യോക്കിന്ന് മേളിലോട്ടാണ്. ഇതിൻ്റെ റിവേഴ്സ് വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. യോക്കിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ചും മേളിലോട്ട് 1.5 ഇഞ്ചും നമ്മുടെ നെക്ക് ഭാഗത്തോട്ട് വരുമ്പോൾ സ്പ്രെഡിങ്ങും കൊടുത്ത് ഇതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കാണിച്ചേക്കാം കേട്ടോ അതിൻ്റെ പിക്ക്. ഇപ്പോൾ 2-3 വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല വൈഡായിട്ടുള്ള ബോക്സിനേക്കാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നെക്കിന് താഴത്തായിട്ട് നമ്മൾ അത്യാവശ്യം തിക്കായിട്ടും യോക്ക് ഏരിയയിലോട്ട് വരുമ്പോൾ സ്പ്രെഡിങ്ങാണ് കൊടുത്തേക്കുന്നത്. കട്ട് ബീഡ്സ് മാത്രം വെച്ച് ചെയ്യുന്ന സിമ്പിൾ ഡിസൈനാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.